എന്താണ് നരകം? നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണം. നാളെ ഒരാളെയും നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ ഒരു നരകം വരാനുണ്ട്. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. കാരണം അങ്ങനെ ഒരു ദിവസം വരാനുണ്ട്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. വാപ്പയെ കണ്ടാലും മക്കള് തിരിഞ്ഞു നോക്കാത്ത ലോകം, മാതാപിതാക്കളെ കണ്ടാലും മക്കൾ ഒളിഞ്ഞു നടക്കുന്ന ലോകം, മകനെ കണ്ടാൽ കാണാതിരുന്നാലും മനസ്സിൽ വല്ലാത്ത സങ്കടം വരുന്ന വാപ്പ എന്റെ മകനെ ഒന്നെന്റെ മോളെ കാണാതിരുന്നെങ്കിലെന്നോർത്ത് ഒളിച്ചു നടക്കുന്ന ഒരു ലോകമുണ്ട്. ആ ലോകമാണ് മഹ്ശറ. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. നാളെ നമ്മുടെ ശരീരം നമ്മുടെ കുഴിമാടങ്ങളിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ഓരോരുത്തരും പറയും യാ വൈലനാ, എന്റെ നാശമേ, എന്റെ നാശമേ. ആരാണ് എന്നെ ഇവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചത്? കാട്ടുമുറാക്കൾ പള്ളിയുടെ ഖബർസ്ഥാനിൽ അടക്കം ചെയ്യപ്പെട്ട മുഴുവൻ മനുഷ്യരും അല്ലാഹുവിന്റെ മഹ്ശറയിലേക്ക് എഴുന്നേൽക്കുമ്പോ പറയുന്ന വാക്കാണിത്. സൂറത്ത് യാസീൻ ഇവിടെയാണ് അടക്കിയത്. എഴുന്നേൽക്കുന്നതോ പള്ളിക്കാട്ടിൽ അടക്കി. എഴുന്നേൽക്കുന്നത് ഇത് പറഞ്ഞിട്ടാണ്. അല്ലാതെ ഇത് ഏതോ ചൊവ്വയിലെയോ എലോൺ മസ്കിന്റെ ചൊവ്വയിലെ ലോകമൊന്നും അല്ല ഇത്. ഈ പള്ളിക്കാട്ടിൽ അടക്കം ചെയ്യപ്പെട്ട ഞാൻ നീ എഴുന്നേൽക്കുന്നത്. അത് പറയാൻ സമയമില്ല. ഇത് പറഞ്ഞിട്ടാണ് മഹ്ശറ. ആ മഹ്ശറയിലോട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോ അതേവരെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളും തിന്മകളും എഴുതിയ കിതാബ് അല്ലാഹു നമ്മുടെ കയ്യിലേക്ക് തരുമത്രേ. വവുദിഅൽ കിതാബു ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി യഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ്. ഫോട്ടോ എടുക്കുന്ന ആളെ നോക്കുക. ഇത്രയും വലിയ നരകം പറഞ്ഞിട്ട് നമ്മൾ ദുനിയാവ് വന്നപ്പോ അങ്ങോട്ട് പോയി. നിങ്ങളൊന്ന് കേൾക്കുകയും ഖുർആനാണ്, നിങ്ങളൊന്ന് കേൾക്കണില്ലേ? പറഞ്ഞ മനസ്സിലാവണില്ലേ? ഉണ്ടോ ഇല്ല? ഉണ്ടെന്ന് എങ്ങോട്ട് നോക്ക്. കൽബില് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവണം. ആ സമയത്തൊരു തെമ്മാടിയുടെ ഇടയിൽ ആ കിതാബ് കിട്ടുമ്പോ അവൻ നിലവിളിക്കും മാലി ഹാദൽ കിതാബ്, ഇതെന്തോ ഒരു കിതാബാണ് തമ്പുരാനെ. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഒരു ചെറിയ തെറ്റ് പോലും രേഖപ്പെടുത്താതെ വിട്ടിട്ടില്ലല്ലോ റബ്ബേ. അങ്ങനെ എല്ലാ തെറ്റുകളും രേഖപ്പെടുന്ന കാലത്ത് ആരുടെ കയ്യിലേക്കാണോ വലത് കയ്യിലെ കിതാബ് കൊടുക്കുക അവൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലാണ്. തഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാഉം ഖറഊ കിതാബിയ ഇന്നി ലനന്തു അന്നി മുലാഖിൻ ഹിസാബിയ യാ ലൈതഹാ കാനത്തിൽ ഖാലിയ. من أوتي كتابه بيمينه فيقول هاؤم اقرءوا كتابيه. ആരുടെ വലത് കയ്യിലാണോ ഈ ഗ്രന്ഥം കിട്ടപ്പെട്ടത് അവനോട് പറയും നീ ഇതൊന്ന് വായിച്ചു നോക്ക്, നിന്റെ കർമ്മങ്ങൾ അടയാളപ്പെടുത്തിയത് വായിച്ചു നോക്ക്. അവൻ പറയും അല്ലാഹുവേ ഇന്നി ലനന്തു അന്നി മുലാഖിൻ ഹിസാബിയാ. നാളെ പരലോകത്ത് ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്നും അന്ന് ഈ ഗ്രന്ഥം അല്ലാഹു എന്റെ തരുമെന്നും അവനെല്ലാം രേഖപ്പെടുത്തുമെന്നും ഖുർആനിൽ പറഞ്ഞതുപോലെ റഖീബും അതീദും എല്ലാം രേഖപ്പെടുത്തുമെന്നും. ഇത് യതലക്കൽ മുത്തലഖിയാനി അനിൽ യമീനി വഅനി ശിമാലി ഖഈർ മാ യൽഫിലു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. സൂറത്തുൽ ഖാഫ്. നിങ്ങൾ പറഞ്ഞതെല്ലാം റഖീബും അതീദും രേഖപ്പെടുത്തുന്നുണ്ട്. ലത്തപ്പതിട്ട നേടിയ രണ്ട് മലക്കുകൾ ഇരിക്കുന്നുണ്ട്. നാളെ അല്ലാഹു തരുമെന്നും അവിടെ ഒരു ഹിസാബുണ്ടെന്നും. ഇന്നി ലനന്തു അന്നി മുനാഖിൻ ഹിസാബിയാ. നാളെ ഇങ്ങനെ ഒരു വിചാരണയുണ്ടെന്ന്, ഒരാളും എന്നെ സഹായിക്കില്ലെന്ന്, എന്നെ ആരും ശുപാർശ ചെയ്യില്ലെന്ന് ഏകനായ റബ്ബിന്റെ മുമ്പിൽ, ഖഹാറായ റബ്ബിന്റെ മുമ്പിൽ, ജബ്ബാറായ റബ്ബിന്റെ മുമ്പിൽ
സ്വേച്ഛാധിപതിയായ റബ്ബിന്റെ മുമ്പ് ഞാൻ ഇതേപോലെ വിചാരണ നേരിടേണ്ടി വരുമെന്ന് ദുനിയാവിൽ വെച്ച് എന്റെ മനസ്സിൽ ഉറപ്പുണ്ടായിരുന്നു. കാട്ടുമുറാക്കൽക്കാരെ, ഈ സായാഹ്നം നമ്മുടെ ജീവിതത്തിന്റെ തിരുത്താവട്ടെ. നാളെ കത്തിക്കാളുന്ന നരകത്തിന്റെ മുമ്പിൽ ഞാൻ നിങ്ങൾ നിൽക്കുമ്പോ പെങ്ങളെ പറയാൻ കഴിയണം, ഇന്നീ ലനന്തു അന്നീ മുലാഖിൻ ഹിസാബിയ. ഇന്നീ സൂറത്തുൽ ഹാഖ ഞാൻ ഓതുന്നൊരു ഖുർആനാണ്. ഇന്നീ ലനന്തു, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, അന്നീ മുലാഖിൻ ഹിസാബിയ, ഇങ്ങനെ ഒരു നാൾ വരുമെന്ന് ഉറപ്പെനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മദ്യപിക്കാൻ കൂട്ടുകാര് വിളിച്ചിട്ട് ഞാൻ മദ്യപിക്കാതിരുന്നത്. പലിശ വാങ്ങിക്കാൻ അവസരമുണ്ടായിട്ടും ഞാൻ വാങ്ങിക്കാതിരുന്നത് ഞാൻ മണ്ടനായതുകൊണ്ടല്ല, ഞാൻ ബുദ്ധിശൂന്യനായതുകൊണ്ടല്ല, എനിക്ക് പരലോകത്തെ കുറിച്ചുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ്. ടിക്ടോക്ക് ചെയ്യാനും പാട്ടുപാടാനും റീൽസ് ഇടാനും എന്റെ കൂട്ടുകാരികൾ പോയപ്പോ എനിക്കതിന് കഴിയാത്തത് കൊണ്ടല്ല, എനിക്ക് സൗന്ദര്യമില്ലാത്തത് കൊണ്ടല്ല, ഫോളോവേഴ്സിനെ കിട്ടാൻ കിട്ടുന്ന ശരീര സൗന്ദര്യം ഇല്ലാത്തത് കൊണ്ടല്ല. പെങ്ങളെ പറയാൻ കഴിയണം, പിന്നെ ഞാനത് ചെയ്യാത്തതെന്താ? എന്റെ സുഹൃത്തുക്കള് സഹപാഠികളും ചെയ്തപ്പോ, എന്നെ പ്രേരിപ്പിച്ചപ്പോ ഞാൻ അതിൽ നിന്ന് ഒഴിവായി നിന്നതെന്തെന്നറിയോ? എനിക്ക് ഫോളോവേഴ്സ് കിട്ടാത്തത് കൊണ്ടല്ല, ഒരാൾ പോലും ഫോളോ ചെയ്യാത്ത ഒരു ലോകത്ത്, അവനവനല്ലാതെ മറ്റൊരാളില്ലാത്ത ലോകത്ത്, അവനവൻ മാത്രം ഉതകുന്ന ലോകത്ത് ഈ ഹിസാബിനെ പേടിച്ചിട്ടാണ് ഞാനത് ചെയ്യാതിരുന്നത്, ഞാൻ മദ്യപിക്കാതിരുന്നത് എന്നവൻ വിളിച്ചു പറയുകയും അല്ലാഹുവിന്റെ മലക്കുകൾ പറയും, ഫഹുവ ഫീ ഐശത്തിർ റാളിയ, നീ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പോയിക്കൊള്ളൂ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹു നമ്മളെ അതിരപ്പെടുത്തുമാറാകട്ടെ. ആമീൻ പറയും. അവനോട് പറയും, നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പോയിക്കൊള്ളൂ.